കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് നടന്നു. അതിൽ സംഭവിച്ചത് എങ്ങനെയാണ്? പുകയില തുപ്പാൻ ഡ്രൈവർ വാതിൽ തുറന്നു. നിയന്ത്രണം വിട്ട് മലക്കം മറിഞ്ഞ് ഇനോവ, ഒരാൾക്ക് ദാരുണാന്ത്യം. ടൊയോട്ട കമ്പനി ഇന്ത്യയിൽ ഇറക്കുന്ന ഏറ്റവും കിടുകാച്ചിയായിട്ടുള്ള ലോങ് ഡിസ്റ്റൻസ് വാഹനമാണ് ടൊയോട്ട ഇന്നോവ. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ഇന്നോവകൾ ഓടുന്നുണ്ട്. ഒരു സമയത്ത് ടൊയോട്ട ക്വാളിസ് ആയിരുന്നു ഇന്ത്യയിൽ ഹിറ്റായിട്ടുള്ള ടൊയോട്ടയുടെ വണ്ടി. അതിനുശേഷം ക്വാളിസ് നിർത്തി അവർ ഇന്നോവ ഇറക്കി. അത് ചൂടാപ്പം പോലെ ചിലവായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന വാഹനങ്ങളിലൊരു വാഹനമാണത്. ടൊയോട്ട കമ്പനിയുടെ വണ്ടികൾക്കുള്ള പ്രത്യേകത, അത് എത്ര ഓടിച്ചാലും കേടുവരില്ല, അതിന് ബലം കൂടുതലാണ്, അത് ഓടിക്കാൻ സുഖമാണ്, അത് കൺവീനിയൻ്റ് ആണ് എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു ഡ്രൈവർ, പുകയില തുപ്പാൻ ഡ്രൈവർ വാതിൽ തുറന്നു എന്ന് പറയുമ്പോൾ അയാൾ എന്ത് വലിയൊരു വിഡ്ഢിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും വേഗത്തിൽ വണ്ടി ഓടുമ്പോൾ ആരെങ്കിലും വാതിൽ തുറക്കുമോ? അത് ജനലിലൂടെ തുപ്പി പുറത്തേക്ക് ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ അയാൾ സുബോധമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് എൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടൊയോട്ട ഇന്നോവ വളരെ ബലമുള്ള വാഹനമാണെങ്കിലും അത് മറിഞ്ഞു. അത് നല്ല മറിച്ചിലായിരിക്കും മറിഞ്ഞിട്ടുള്ളത്, സിനിമയിൽ കാണുന്ന പോലെ. ഒരാളുടെ കാറ്റും പോയി. അപ്പോൾ വിഡ്ഢിത്തരം കാണിച്ചാൽ പിന്നെ നമുക്ക് താങ്ങാൻ കഴിയില്ല, അതിൻ്റെ അനന്തരഫലം താങ്ങാൻ കഴിയില്ല. ഒരു ഡ്രൈവറൊക്കെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പുകയില തുപ്പാൻ വാതിൽ തുറന്നു എന്ന് പറയുമ്പോൾ അയാൾ എത്ര ബോധമുള്ള ഒരാളായിരിക്കും. അയാൾ പുകയില മാത്രമല്ല കഴിച്ചിട്ടുണ്ടാവുക, വല്ല കഞ്ചാവും കഴിച്ചിട്ടുണ്ടാവും. കാരണം സുബോധമുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അല്പമെങ്കിലും സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിയും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ വാതിൽ തുറന്നിട്ട് പുകയില തുപ്പാൻ ഒരിക്കലും ശ്രമിക്കില്ല. അപ്പോൾ അയാളുടെ സമയമായി എന്നുള്ളതാണ് എൻ്റെ അകത്തുനിന്ന് മനസ്സിലാവുന്നത്. മരിക്കാൻ സമയമാകുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് ചെയ്യും.